നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗ് പോയിന്റ് പട്ടികയിലെ ബോട്ടം സൈഡിനെ ഏറെ ആവേശത്തിൽ നിർത്തുന്നത് പട്ടികയിലെ 6-ാം സ്ഥാനം എന്ന ആകർഷണം തന്നെയെങ്കിൽ കഴിഞ്ഞ സീസണിൻ്റെ അവസാന ഭാഗത്ത് അത്ഭുതം കാട്ടി ഫൈനൽ പ്രവേശം നേടിയ ബംഗളൂരു FC ആരാധകർ പ്രതീക്ഷിക്കുന്നതും അത്തരമൊരു മുന്നേറ്റം തന്നെയാണ്. 12 മത്സരങ്ങളിൽ വെറും 2 വിജയങ്ങളും 5 സമനിലകളും മാത്രമാണ് ബംഗളൂരു FCയുടെ ഈ സീസണിലെ ഇതുവരെയുള്ള സമ്പാദ്യമെങ്കിൽ സൈമൺ ഗ്രേസൺ എന്ന പരിശീലകൻ്റെ തൊപ്പി തെറിച്ചതിലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ആരാധകർ ഒരു മാജിക്കൽ റിട്ടേൺ സ്വപ്നം കാണുമ്പോൾ കിരീടദാഹികളായ ബംഗളൂരു FC മാനേജ്മെൻറ്റും അത്തരമൊരു തിരിച്ചുവരവിനുള്ള വഴി തന്നെ ഒരുക്കി കൊടുത്തിട്ടുമുണ്ട്. പരിശീലകനായി ജെറാർഡ് സറഗോസയെ എത്തിച്ച ശേഷം ഫോം കണ്ടെത്താൻ വിഷമിച്ച സ്ട്രൈക്കർ കർട്ടിസ് മൈനിനു പകരം മികച്ച ഫോമിലുള്ള ഡെൻമാർക്ക് ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബിൽ കളിക്കുന്ന ഡാനിഷ് സ്ട്രൈക്കർ ഒലിവർ ഡ്രോസ്റ്റിനെ തന്നെ എത്തിച്ച് കരുത്തു കൂട്ടിയെങ്കിൽ അവിടെ കൊണ്ട് നിർത്തിയതുമില്ല. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ വമ്പന്മാരെയൊക്കെ നോക്കുകുത്തികളാക്കി ദേശീയ ടീമംഗം ചിംഗ്ലൻ സിംഗ് സനായെയും കന്നഡ സ്പെഷ്യൽ നിഖിൽ പൂജാരിയെയും സ്വന്തമാക്കിക്കൊണ്ട് മുന്നേറ്റത്തിലും പ്രതിരോധത്തിലും ഒരുപോലെ കരുത്തു കൂട്ടിയതോടെ ഇനി കാണാനാവുക പുതിയ ബംഗളൂരു FC തന്നെയാവും എന്ന് ആരാധകർക്ക് ഉറപ്പു നൽകിയിരിക്കുന്നു ഈ നീക്കങ്ങളിലൂടെ. പഞ്ചാബ് FCയെ ഇന്ന് ഡൽഹിയിൽ നേരിടുമ്പോൾ ആദ്യ പാദത്തിൽ 3-3 സമനിലയിൽ പിരിയേണ്ടി വന്ന സങ്കടത്തിന് പകരം നൽകി ലീഗിൻ്റെ 2-ാം ഘട്ടം 3 മുഴുവൻ പോയിന്റുകളുമായി തുടങ്ങാനാവും എന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷയും.